അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഇമേജസ്. മെത്തേഡ് ഓഫ് ഇമേജസ് എന്നുള്ളത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കെൽവിൻ ആണ് ഇൻ 1848. സോ ഹി ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഇൻ 1848. പ്രധാനമായിട്ടും നമുക്ക് ഒരു കണ്ടക്ടേഴ്സിൻ്റെ അടുത്തുള്ള ചാർജും അതുപോലെയുള്ള അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയ്സൺസ് ഇക്വേഷനോ ലാപ്ലേസ് ഇക്വേഷനോ അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സർഫസിൻ്റെ ഒരു സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇക്വിപൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഗിവൺ ചാർജ് കോൺഫിഗറേഷൻ എബവ് ആൻ ഇൻഫിനിറ്റ് ഗ്രൗണ്ടഡ് പെർഫെക്റ്റ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദ ചാർജ് കോൺഫിഗറേഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ കൺസിഡർ ഹിയർ ദ സർഫസ് ഓഫ് എ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് പ്ലെയിൻ. സോ ഇവിടെ നമുക്കൊരു സർഫസ് ഉണ്ട്, അത് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് പ്ലെയിനാണ്. സപ്പോസ് ദർ ഇസ് എ ചാർജ്, പോയിൻ്റ് ചാർജ് Q, അല്ലെങ്കിൽ ഒരു ലൈൻ ചാർജ് λL, അല്ലെങ്കിൽ ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി ρV. ഇവിടെ കേസ് എങ്ങനെയാ വെച്ചാൽ ദിസ് ഇസ് എ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ദാറ്റ് മീൻസ് ഹിയർ V ഈസ് ഈക്വൽ ടു 0. നൗ മെത്തേഡ് ഓഫ് ഇമേജസ് പറയുന്നത് ഇതാണ്: യു ക്യാൻ റീപ്ലേസ് ദിസ് സെറ്റപ്പ് വിത്ത് ദിസ് വൺ. അപ്പോൾ നോക്കൂ, ഇവിടെ Q എന്നുള്ള ചാർജിന് പകരം ഇവിടെയുള്ള പ്ലെയിൻ എന്നുള്ളത് സ്ഥലത്ത് നേരെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -Q ചാർജ് വെച്ചു. λL എക്സാക്ട്ലി ഒരു ഇമേജ് പോലെ അടുത്തൊരു -λL എന്നുള്ള ഒരു ലൈൻ ചാർജ് വെച്ചു. ρV എന്നുള്ള വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷന് പകരം അവിടെ ഒരു ρV എന്നിട്ടുള്ള ഇവിടെ -ρV ആണ്, ഇവിടെ ρV എന്നുള്ള വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചു. അതായത് ഇത്രയേ പറയുന്നുള്ളൂ. ദിസ് കോൺഫിഗറേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് കോൺഫിഗറേഷൻ. അതാണ് മെത്തേഡ് ഓഫ് ഇമേജസ് പറയുന്നത്. നൗ യു നീഡ് ടു ഹാവ് ടു കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ഫോർ അപ്ലൈയിങ് മെത്തേഡ് ഓഫ് ഇമേജ്. സോ അതെന്താണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇമേജ് ചാർജ് മസ്റ്റ് ബി located in the conducting region. Second condition എന്ന് പറയുന്നത് the image charge must be located such that on the conducting surface the potential is 0 or constant. സോ ഇവിടെ നമ്മൾ V = 0 ആയിരിക്കണം. ഇങ്ങനെ ഇമേജ് ചാർജ് വെക്കി വരുന്നത് ഇവിടെ കണ്ടക്ടറിൻ്റെ അടുത്ത് V = 0 അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന രീതിയിലാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അത് പോയ്സൺസ് ഇക്വേഷന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്കത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പോയിൻ്റ് ചാർജ് എബവ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ വരുന്നത്, അതിൻ്റെ കേസ് ഒന്ന് നോക്കി നോക്കാം. സോ ലെറ്റ് us കൺസിഡർ എ പോയിൻ്റ് ചാർജ് എബവ് എ ഗ്രൗണ്ടഡ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ഇവിടെ നോക്കാം, നമുക്കൊരു കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഉണ്ട്. സോ ദിസ് ഇസ് എ കണ്ടക്റ്റിംഗ് പ്ലെയിൻ. ഞാനതിനെ അങ്ങനെ വെച്ചിരിക്കുന്നു. ദിസ് ഫിഗർ എ. അവിടെ H എന്നുള്ള ഹൈറ്റിൽ ഒരു ചാർജ് Q പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് ഞാനിവിടെ Z ഡയറക്ഷനായിട്ട് എടുത്തു. നൗ ഈ കണ്ടക്റ്റിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ V = 0 ആയിരിക്കും. നൗ ഇവിടെ ഞാൻ മെത്തേഡ് ഓഫ് ഇമേജ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഐ ആം ജസ്റ്റ് റീപ്ലേസിങ് ദിസ് കണ്ടക്റ്റിംഗ് പ്ലെയിൻ വിത്ത് നേരൊരു -Q എന്നുള്ള ചാർജ് ഞാൻ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഈ കണ്ടക്റ്റിംഗ് പ്ലെയിൻ അങ്ങോട്ട് മാറ്റിയിട്ട്, സോ ഇത് കണ്ടക്റ്റിംഗ് പ്ലെയിൻ അല്ല, വരച്ചതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്.
ഇവിടെ നേരെ -q എന്നുള്ള ചാർജ് കൊടുക്കും. ഹിയർ v ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കോൺഫിഗറേഷൻ ഇതുപോലെയായിട്ട് മാറും. അപ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് P നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ അറ്റ് ദ പോയിൻ്റ് P the electric field is given by E is equal to E plus E minus. സോ ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജ് കൊണ്ടുള്ള ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, മറ്റേത് മൈനസ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു R1 cap divided by 4 pi epsilon 0 R1 cube plus minus Q R2 divided by 4 pi epsilon 0 R2 cube. ഇനി ഇവിടെ ഈ R1ൻ്റെയും R2ൻ്റെയും വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ടു. സോ വെക്റ്ററാണ്. വെക്റ്റർ ആയതുകൊണ്ട് തന്നെ R1 എന്നുള്ള പൊസിഷനും R2 എന്നുള്ള പൊസിഷനും എനിക്ക് കണ്ടുപിടിക്കാം. സോ കൺസിഡറിങ് ദിസ് ആസ് ഒറിജിൻ, ഇവിടെ ഒരു ഒറിജിനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ R1 വെക്റ്റർ R1 ഈസ് അറ്റ് എ പൊസിഷൻ x y z മൈനസ് h. അതുപോലെ വെക്റ്റർ R2 ഈസ് അറ്റ് എ പൊസിഷൻ x y z പ്ലസ് h. നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നമുക്കറിയാം ഈ ഹൈറ്റ് ആണ് h, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഹൈറ്റ് ആണ് h. അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്തിട്ടില്ല. ഹൈറ്റ് ആണ് h. സോ x y z minus h, മറ്റേത് x y z plus h. That means the electric field E is given by. സോ ഇത് വന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഈസിയാണ്, അത് സംശയമൊന്നുമില്ല തോന്നുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം. R1 എന്നുള്ളത് വന്നത് നമുക്ക് എൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റ്. ഈ പോയിൻ്റ് 0 0 h. സോ ദിസ് പോയിൻ്റ് ഈസ് 0 0 h. അതുപോലെ ഈ പോയിൻ്റ് 0 0 മൈനസ് h. സോ R1 ഈസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ് മൈനസ് 0 0 h. അപ്പോൾ അത് വരുന്നത് എക്സ് വൈ z minus h എന്ന് വരും. ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഹാവ് എ ഡൗട്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു Q ബൈ 4 pi epsilon 0 ഇൻറ്റു x cap പ്ലസ് y ഇൻറ്റു y cap പ്ലസ് z minus h into z cap all divided by x square plus y square plus z minus h whole square all raised to 3/2 minus അടുത്ത ടേം x cap plus y cap plus z plus h into z cap divided by x square plus y square plus z plus h whole square all raised to 3/2. ഇനി ഇതൊന്ന് നോക്കി നോക്കാം. ഇഫ് z ഈസ് ഈക്വൽ ടു 0, അതിനകത്ത് ഇക്ക് ഒരു z കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് E ഈസ് നോർമൽ ടു ദ കണ്ടക്റ്റിംഗ് പ്ലെയിൻ. നൗ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്.
let us find the potential. So potential at P is equal to minus integral E dot dl. So V is equal to V plus V minus, that is equal to Q by 4 pi epsilon 0 R1 plus minus Q by 4 pi epsilon 0 R2. That is equal to Q by 4 pi epsilon 0 into 1 by x square plus y square plus z minus h whole square whole raised to half minus 1 divided by x square plus y square plus z plus h whole square whole raised to half. So for z greater than or equal to 0 and v equal to 0 for z less than or equal to 0. ശ്രദ്ധിക്കേണ്ടത് v at z equal to 0 is equal to 0. So നമുക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം വാട്ട് ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ചാർജ്. സോ സിഗ്മ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി, ദറ്റ് ഈസ് the surface charge density of the induced charge. Surface charge density is given of the induced charge is given by sigma is equal to Tn is equal to epsilon 0 En at z equal to 0. സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇയുടെ വാല്യൂവിൽ നേരത്തെ കണ്ടുപിടിച്ച ഇയുടെ എക്സ്പ്രഷൻ. സോ ഇവിടെ നമ്മൾ ഇയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അതിനകത്ത് z ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് QH ബൈ 2 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഓൺ ദ കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഈസ് ഗിവൺ ബൈ QI. ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ സിഗ്മ s ds. That is equal to integral from minus infinity to infinity integral minus infinity to infinity minus QH dx dy divided by 2 pi into x square plus y square plus h square whole raised to 3/2. സോ അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് വാരിയബിൾ ഫ്രം, സോ നമുക്കിത് ചെയ്യാൻ കുറച്ചൊരു ചെറിയൊരു വാരിയബിൾ ചേഞ്ച് വേണം. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും അതുപോലെ ഡി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി ഫൈ എന്നും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ മാറുന്നത് QI ഈസ് ഈക്വൽ ടു മൈനസ് QH ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 to 2 പൈ integral 0 to infinity r dr d5 by r square plus h square whole raised to 3/2. ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. The final answer what we are getting is Q induced is equal to minus Q എന്നാണ്. That is ഇവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ സൈഡ് ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് അവിടെ ഒരു -Q ചാർജ് ആയിരിക്കും. And if the conductor were absent, that is
ദ ഫ്ലക്സ് ടെർമിനേറ്റിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. അപ്പോൾ ഇത് ഇത്രയാണ് മീൻ ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ കേസിൽ ഫിഗർ ഇതാണ്. സോ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ ചാർജ് കൊണ്ടുണ്ടാവുന്നത് ഇതിൻ്റെ സർഫസിലേക്ക് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുകയാണ്. പക്ഷേ ഈ കണ്ടക്ടർ ഇവിടുന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ ആ ചാർജസ് നേരെ ഇങ്ങനെ തന്നെ വന്നു പോയിട്ട് ഒരു -q ചാർജിലേക്ക് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ദാറ്റ്സ് വാട്ട് ദ ഇമേജ് പ്രോബ്ലം സെറ്റ്. I hope you understood the problem. I had given you the notes. So ഈ നോട്ട്സ് എല്ലാം നോക്കിയിട്ട് ഈ പറയുന്ന ഡെറിവേഷൻ കൂടി നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ.